ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ദാ വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? ഞാനും ഹാപ്പിയാണ്. നമ്മൾ അടിച്ചു മാറ്റാൻ പോകുന്നത് ഒരു സർപ്രൈസ് കാറാണ്. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായിക്കോളൂ. അത് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടാലേ കാർ ഏതെന്ന് അറിയുള്ളൂ. എന്തായാലും ഞാനിപ്പോൾ ഇപ്പോഴത്തെ കളക്ഷൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ നമ്മുടെ കളക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ GTA 5 സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാ സാധനങ്ങളും JCB എല്ലാം ഞാൻ കൊണ്ടുവന്നു GTA 5 സിറ്റിയിൽ നിന്ന്. JCB ഗോൾഡെല്ലാം പോയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടെണ്ണം ആരുടെയാണ്? ഇത് നമ്മുടെ ഡൊമിങ്കോസിൻ്റെ ആണ്. അവൻ ഇന്നലെ അടിച്ചു മാറ്റിയുള്ളത്. പോലീസ് പിടിക്കുന്ന വെച്ചാണ് അവൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത്. എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തന്നേല്ലേ. അപ്പോൾ നമുക്ക് ഷിൻചാൻ്റെ റിയാദത്ത് പോയിട്ട് പറയാം. ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാമെന്നൊക്കെ പറയാനുള്ളൂ. ഇവിടെ സോ ഗൈസ്, നമ്മൾ ഷിൻചാൻ റിയാദത്ത് എത്തിയിട്ടുണ്ട്. ഷിൻചാൻ ആൻഡ് റിയ, ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. ശരിയേട്ടാ, പോയിട്ട് വാ. പെട്ടെന്ന് പോയിട്ട് വാ. സോ ഗൈസ്, അവർ പോയിട്ട് വരാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ താഴെ കിടന്നു. നമ്മൾ ഇപ്പോൾ വീണ്ടും താഴെ കിടക്കും. JCB ഇവിടെ എത്തി. അതൊക്കെ അത്രയേ ഉള്ളൂ. നമുക്കെന്തായാലും നേരെ നമ്മുടെ മറന്നുപോയി. മറവിയാണ് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ഡിഫൻഡർ അടുത്ത് പോവാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്കാണ് പോകണം. അല്ല ഗൈസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇന്നലെ തൊട്ട് ഞാൻ വിചാരിക്കുകയാണ് ഈ ഡിഫൻഡർ ഒന്ന് മോഡിഫൈ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നേരെ പ്രദീപിൻ്റെ കടയിൽ പോയിട്ട് ഡിഫൻഡർ മോഡിഫൈ ചെയ്യാൻ പോവാണ് ഗൈസ്. കില്ലാടി ലുക്കാവും, ഫ്യൂച്ചറിസ്റ്റിക്ക് കില്ലാടി ലുക്കാക്കാൻ പോകണം. ലുക്കൊക്കെ നിങ്ങൾ കാണണം. നമ്മൾ ഇതിൻ്റെ ബ്ലാക്ക് ബോഡിയാക്കി ഫ്യൂച്ചറിസ്റ്റ് ലുക്ക് കൊണ്ടുവരാൻ പോവാണ്. ഇപ്പോൾ ഡോറൊന്നും വെക്കാൻ ഇപ്പോൾ അത്ര കാശൊന്നും ഇല്ല. എന്നാലും മറ്റേ പേരാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. എടാ പ്രദീപ്, എൻ്റെ കാറൊന്ന് മോഡിഫൈ ചെയ്ത് കില്ലാടി ലുക്കാക്കി തന്നെ. സോ ഗൈസ്, നമ്മൾ പ്രദീപിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അവൻ കില്ലാടി ലുക്കാക്കി തരാമെന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ ഫോണൊക്കെ അവർ നോക്കിക്കൊണ്ടിരുന്നതാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഡിഫൻഡർ മോഡിഫൈഡ്. പക്ഷേ എങ്ങനെ കില്ലാടി ലുക്കല്ലേ, ബ്ലാക്ക് ആക്കി. പിന്നെ ഇതിൻ്റെ ടയർസിൻ്റെ ഒക്കെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് കൊടുത്ത് നമ്മുടെ ബൈക്കില്ല നമ്മളൊന്ന് അടിച്ചു മാറ്റി അതുപോലെ. സോ ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ആ ബൈക്ക് പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഗൈസ്. നമ്മൾ 5-6 ദിവസം ജയിലിലൊക്കെ കിടന്നു. അതൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് പിന്നെ പിടിക്കാം. അതൊക്കെ വേറെ കാര്യം. നമ്മളെന്തായാലും ഇപ്പോൾ നമ്മുടെ മിസ്റ്ററി കാർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മിസ്റ്ററി കാറാണ്. അതിൻ്റെ ലൊക്കേഷൻ ഡൊമിങ്കോസിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകണം. ചിലപ്പോൾ അവൻ അത് ലീക്ക് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്കത് അറിയാനും പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാലേ നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് നേരിട്ട് ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാം. ഇപ്പോൾ ഒരു വട്ടം മുറുക്കാൻ തുപ്പിയിട്ടുണ്ട്. ഇനി എത്ര വട്ടം ഞാൻ മുറുക്കാൻ തുപ്പൊന്നൊന്നും അറിയില്ല ഗൈസ്. നിങ്ങൾ അക്കൗണ്ട് എണ്ണി വെച്ചേക്ക്. എന്തായാലും നിങ്ങൾ ആ കാർ ഗസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ കൊടുത്തേക്ക്. സോ ഗൈസ്, എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. ഞാൻ വീണ്ടും ശാപത്തിനെ പോലെയാണ് കിടന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ബാഗ് ആരുടെയാണെന്ന്. ഈ ബാഗ് എനിക്ക് റിയ ഗിഫ്റ്റായിട്ട് തന്നാണ് ഗൈസ്. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു ഗ്യാങ്സ്റ്റർ ലുക്കൊക്കെ ഇല്ലേ. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. മിക്കവാറും എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റെപ്പൊക്കെ പറഞ്ഞ് താഴെ കിടക്കുന്നതാണ്. പോയി നോക്കാം. ഇപ്പോൾ വേറെ എന്ത് പറയാം, ലെവൽ 1 നമ്മൾ കഴിഞ്ഞു. വീണ് ഇല്ല ഡൊമിങ്കോസ് ഫ്രാങ്ക്ലിനെ, നമ്മളെ കാർ എവിടെ വെച്ചാൽ നമ്മുടെ പഴയ ഷോറൂമില്ലേ, അതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. അതൊരു പണക്കാരൻ കൊണ്ട് അവിടെ വെച്ചേക്കുവാണ്. അപ്പൊ എന്തായാലും പോലീസ് ചാൻസ് ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്. സോ ഗൈസ്, ഡൊമിങ്കോസ് ആ കാർ റിവീൽ ചെയ്തില്ല. എന്താണെന്നറിയില്ല. സാധാരണ അവനെല്ലാം പറയുന്നതാണ്. നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് പോവാൻ. ഷോറൂമിലാണ് ഈ വട്ടം കാറ്. ടോപ്പ് ഫ്ലോറിലാണെന്നാണ് പറഞ്ഞേക്കാം. പക്ഷേ ഈ ടോപ്പ് ഫ്ലോർ അതെങ്ങനെയാണ്? ആ കാർ കയറ്റാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ആക്കിയിട്ടില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല. നമുക്കെന്തായാലും പോയി നോക്കാം. ഈ കാറ് കയറുമായിരിക്കുമല്ലേ, ടോപ്പ് ഫ്ലോർ വരെ കയറുമായിരിക്കും, അറിയില്ല. എന്തായാലും നമുക്ക് പോവാം. എന്തായാലും ഈ ഡിഫൻഡർ ഇപ്പം കണ്ടാൽ കില്ലാടി ലുക്കില്ലേ, ഈ ബ്ലാക്കൊക്കെ ആയിട്ട് സീനല്ലേ ഇപ്പം. എങ്ങനെയാണ് കൊള്ള നല്ലതാണെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ നിന്ന് ഗുഡെന്ന് കൊടുത്തേക്ക്. ഇതേ കണ്ട ബാക്കൊക്കെ സീനല്ലേ ഇപ്പം. നേരത്തേക്കാൾ നല്ല മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തത്. അതാണ് നിങ്ങൾ കണ്ടില്ല, ഫോൺ നോക്കിക്കൊണ്ടായിരുന്നു ഞാൻ നിന്ന് തന്നെ. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഷോറൂമിൻ്റെ അങ്ങോട്ട് പോകാം. ഈ ഷോറൂം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇപ്പം എല്ലാം മനസ്സിലായി.
ഓ പോയി ഇല്ല 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 ആ ഷോറൂം എന്ന് വെച്ചാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് ഇതേ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള സ്ഥലമാണ് ഷോറൂം. നമുക്ക് നേരെ ചെന്ന് ഈ സാധനം അങ്ങോട്ട് കയറ്റിയാൽ മതി. അത്രേ ഉള്ളു. ഇവിടെ പാർക്ക് ചെയ്യണോ അത് കാറ് കയറ്റിക്കൊണ്ട് പോകണോ? വേണ്ട നമുക്ക് കാറ് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാം. നടന്നൊക്കെ കയറാൻ കുറേ സമയം എടുക്കും, ഭയങ്കര ലാഗാണ്. നമുക്ക് എന്തായാലും ഇങ്ങനെ തന്നെ പോവാം. ഇവിടെ ഈ വഴി ഇടിച്ച് പൊളിച്ചേച്ചാം. അത്രേ ഉള്ളു. ടോപ്പ് ഫ്ലോറിൽ പോയി നോക്കാം. ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ ടോപ്പ് ഫ്ലോറിലേക്ക് പോവാല്ലേ, ഇവിടെ ഇറങ്ങേണ്ട കാര്യമില്ലല്ലേ. സോ ഗൈസ് നമുക്ക് താഴത്ത് തന്നെ ഈ ബുഗാട്ടി ഇട്ടിട്ടുണ്ട്. ഈ ബുഗാട്ടിയാണ് ഈ വണ്ടി. ഇത് കില്ലാടി ലുക്കാണല്ലേ. ഇപ്പം ഡിഫൻഡർ ഇങ്ങനെ കിട്ടി, എനിക്ക് ഇപ്പം കില്ലാടി ലുക്കുള്ള വണ്ടിയൊക്കെയാണ് കിട്ടുന്നത്. ഇത് ബുഗാട്ടിയുടെ വെറും സാധാരണ വേർഷൻ അല്ല, ഇത് ഡാർക്ക് വേർഷനാണ്. ഇതിൻ്റെ ഗോൾഡൻ RGB വേർഷനൊക്കെ ഉണ്ടെന്നാണ് തോന്നണം. ഉണ്ടെങ്കിൽ അടുത്ത് മാത്രം വീഡിയോ എന്തായാലും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലേക്ക് വെച്ചേക്ക്, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇപ്പം എല്ലാം വരും. ഒരു ഡോറൊക്കെ അതിൻ്റെ ഇളകി പോയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. ഞാൻ ഇന്ന് ഒരാളെ കൊന്നിട്ടുള്ളൂ. നമ്മൾ ഡ്രൈവിങ് സ്കിൽസ് ഭയങ്കരമാണ്. ഓരോ ദിവസം കൂടുമ്പോൾ ഡ്രൈവിങ് സ്കിൽസ് ഭീകരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നേരെ ഷിൻചാനെ എന്താണ് ഈ കാർ ഇഷ്ടമായ അല്ലേ അറിയില്ല. കാരണം ഇതാണ് എൻ്റെ ഏറ്റവും കില്ലാടി ലുക്കുള്ള വണ്ടി. ബാക്കിയെല്ലാം ജസ്റ്റ് നോർമലാണ്, ജസ്റ്റ് ബ്ലാക്കാണ്. ഇനി ഇത് മോഡിഫൈ ചെയ്ത് ഫ്യൂച്ചറിസ്റ്റിക് മോഡിലാക്കണം എന്നുണ്ട്. ചിലപ്പോഴാക്കുള്ളൂ, കാശില്ല നമ്മളെ. അപ്പോൾ രണ്ടാമത്തെ ആൾ ചത്തിട്ടുണ്ട്. അത്രയാണ്. ചിലപ്പോൾ ഇനി ഒരു 10 പേരൊക്കെ ചാവും. അപ്പോൾ തന്നെ 10 പേരെ കൊന്നാൽ അപ്പോൾ തന്നെ പോലീസും വരും. ഇത് കണ്ടോ ഗൈസ്, ഡ്രൈവിങ് സ്കിൽസാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാഴ്ച വെക്കുന്നത്. അപ്പോൾ ആ ഡ്രൈവിങ് സ്കിൽസിന് വേണ്ടി നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ പിടിച്ചേക്കേക്ക്. എത്ര സ്കില്ല് കാണിച്ചതല്ലേ. സ്കില്ല് കാണിച്ചതിൻ്റെ വണ്ടിയുടെ ഡോറൊക്കെ ഇപ്പോൾ കളഞ്ഞില്ലേ. കണ്ട വണ്ടിയുടെ ഡോറും ഫ്രണ്ടൊക്കെ കളഞ്ഞില്ലേ. ഇതാ ഞാനിതേ ഒന്ന് ശരിയാക്കിയിട്ട് കൊണ്ടുവരാം. സോ ഗൈസ് അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നേരെ ഇത് സ്പീഡ് കയറ്റി കണ്ടോ. നമ്മുടെ കളക്ഷനൊക്കെ ഇവിടെ ഉണ്ട്, പോയിട്ടൊന്നുമില്ല. സ്പീഡ് ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് റിയൽ ഷിൻചാൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചിട്ട് വരാം. ഇങ്ങോട്ട് ചെയ്യണം, ഭയങ്കര പണിയാണ്. നമുക്ക് പെട്ടെന്ന് പോവാം. സോ ഗൈസ് നമ്മൾ റിയൽ ഷിൻചാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. റിയൽ ഷിൻചാൻ താഴത്തേക്ക് വരൂ. ശരി ഫ്രാങ്കിൽ, ഞങ്ങളിതാ വന്നു. സോ ഗൈസ് റിയൽ ഷിൻചാൻ വരാന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. വരുവായില്ലെന്ന് നമുക്ക് നോ ഐഡിയ ഗൈസ്, നോ ഐഡിയ. വരും എല്ലാ വട്ടം വരാറുണ്ടല്ലോ. ഇപ്പം പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നും ഇല്ല വരാതിരിക്കാൻ. അതായത് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് റിയൽ ഷിൻചാനെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് റിയൽ ഷിൻചാൻ നമ്മുടെ പുതിയ കാർ? ഫ്രാങ്ക്ലിൻ, ഈ വണ്ടി ഒരു കില്ലാടി ലുക്കുള്ള വണ്ടി തന്നെ. അങ്ങനെ കില്ലാടി ലുക്കുള്ള വണ്ടിയൊക്കെ അടിച്ചു മാറ്റുന്നു. നേരത്തെ വണ്ടിയൊക്കെ കളറൊക്കെ ശോകമായിരുന്നു. സോ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഈ പൊട്ടനാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാറൊക്കെ അടിച്ചു മാറ്റാൻ. എന്നിട്ട് ഇവനാണ് ഇപ്പം അതിനെപ്പറ്റി കുറ്റം പറയുക. അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി സബ്സ്ക്രൈബ് ചെയ്ത് ഓളിലേക്ക് വെച്ചേക്കാം.